എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ പേപ്പർ 406 ശാസ്ത്ര വിദ്യാഭ്യാസം പഠനവും ബോധനവും 2020 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വിലയിരുത്തിയത്. അതിൽ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് 6ാമത്തെ ചോദ്യത്തിൽ തുടങ്ങാം. 6ാമത്തെ ചോദ്യം, സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. 7ാമത്തെ ചോദ്യം, പരീക്ഷണങ്ങൾ നടത്തുന്നതിനും ഓരോ യൂണിറ്റിലേക്കും ആവശ്യമായ സാമഗ്രികൾ ശേഖരിച്ചു വെക്കുന്നതിനും ക്ലാസ് മുറിയിൽ വേർതിരിക്കുന്ന പ്രത്യേക സ്ഥലം. അതായത് പരീക്ഷണങ്ങൾ നടത്താനും അതുപോലെ തന്നെ ആ പരീക്ഷണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികളൊക്കെ ശേഖരിച്ചു വെക്കുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ശാസ്ത്ര ലാബ്. ഉത്തരം എന്താണ്? ശാസ്ത്ര ലാബ്. ഇനി 8ാമത്തെ ചോദ്യം, ചോദ്യങ്ങൾ ഉയർത്തുക എന്ന ശേഷി വികസനത്തിനായി ക്ലാസ് മുറിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ശാസ്ത്ര പഠനോപാധി. ചോദ്യങ്ങൾ ഉയർത്തുക എന്ന ശേഷി വികസനത്തിനായിട്ട് ക്ലാസ് മുറിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ശാസ്ത്ര പഠനോപാധി എന്താണ്? ചോദ്യപ്പെട്ടി. എന്താണ് ഉത്തരം? ചോദ്യപ്പെട്ടി. ഇനി കുറച്ച് ശാസ്ത്ര പഠനോപാധികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബുള്ളറ്റിൻ ബോർഡ്, ചോദ്യപ്പെട്ടി, പ്രദർശനം, ക്വിസ്, ശാസ്ത്ര സഹവാസ ക്യാമ്പ്, സയൻസ് ക്ലബ്ബ്, ലഘു മ്യൂസിയം, ദിനാചരണങ്ങൾ, പതിപ്പുകൾ, ചുമർ മാസികകൾ, ശാസ്ത്ര മാസികകൾ, ശാസ്ത്ര ബ്ലോഗുകൾ തുടങ്ങിയവയെല്ലാം ശാസ്ത്ര പഠനോപാധികളാണ്. 8ാമത്തെ ചോദ്യം, നിറമാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേര്. നിറമാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേര്. ഉത്തരം സൂചകങ്ങൾ. ഉത്തരം സൂചകങ്ങൾ. 10ാമത്തെ ചോദ്യം, ഒരു ജൈവ കീടനാശിനി. ഒരു ജൈവ കീടനാശിനി. ഉത്തരം വേപ്പെണ്ണ. വേപ്പെണ്ണ, വേപ്പിൻ കുരു സത്ത്, വേപ്പില കഷായം, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയൊക്കെ തന്നെ എന്താണ്? ഒരു ജൈവ കീടനാശിനി ആണ്. പാർട്ട് സി, 11ാമത്തെ ചോദ്യം, UP ക്ലാസുകളിലെ ഒരു ശാസ്ത്ര പരീക്ഷണത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കുക. UP ക്ലാസുകളിലെ ഒരു ശാസ്ത്ര പരീക്ഷണത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കുക. അടുത്തത് 12ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ബഹിരാകാശ ശാസ്ത്രം സമൂഹ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന 3 സന്ദർഭങ്ങൾ എഴുതുക. ബഹിരാകാശ ശാസ്ത്രം സമൂഹ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന 3 സന്ദർഭങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? നമുക്ക് ഒത്തിരി എഴുതാം അല്ലേ? ഇപ്പം 3 പറയാം. കാലാവസ്ഥ പ്രവചിക്കുന്നതിന് അല്ലേ? കാലാവസ്ഥ പ്രവചിക്കുന്നതിന്. 2ാമതായിട്ട് വിദൂര കമ്മ്യൂണിക്കേഷൻ. വിദൂര കമ്മ്യൂണിക്കേഷൻ എന്തിൻ്റെ? ഇപ്പോൾ മൊബൈല്, ടെലിവിഷൻ അല്ലേ, ഇൻ്റർനെറ്റ്, അങ്ങനെ വിദൂര കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് ബഹിരാകാശ ശാസ്ത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി അടുത്തത് പ്രകൃതി ദുരന്തം കണ്ടെത്താനായിട്ടും നമുക്ക് ബഹിരാകാശ ശാസ്ത്രം പ്രയോജനപ്പെടുത്താം. ഓക്കെ. ഇനി 13ാമത്തെ ചോദ്യം, സ്കൂളിലെ സയൻസ് ലാബ് ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? സ്കൂളിലെ സയൻസ് ലാബ് ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് സ്കൂളിൽ സയൻസ് ലാബ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ലാബിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഗ്ലൗസ് ഒക്കെ ധരിക്കാം. 2ാമതായിട്ട് രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളത്. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. മറ്റൊരു പോയിന്റ്, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് അവയുടെ ഉപയോഗം ശരിയായി മനസ്സിലാക്കണം അല്ലേ? ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് അവയുടെ ഉപയോഗം ശരിയായി മനസ്സിലാക്കുക. ഉപകരണങ്ങൾ വൃത്തിയോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യുക. ഉപകരണങ്ങൾ വൃത്തിയോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യുക.
അടുത്ത പോയിന്റ്, ഉപകരണങ്ങളിൽ എന്തെങ്കിലും തകരാർ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ അധ്യാപകരെ അറിയിക്കുക. ഉപകരണങ്ങളിൽ എന്തെങ്കിലും തകരാർ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അധ്യാപകരെ അറിയിക്കുക. മറ്റൊരു പോയിന്റ്, രാസവസ്തുക്കൾ കൂട്ടിക്കലർത്തുന്നതിന് മുൻപ് അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. മറ്റൊന്ന്, രാസവസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവ ശരിയായ രീതിയിൽ സൂക്ഷിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ശാസ്ത്ര സാക്ഷരത നേടിയ വ്യക്തിക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തെല്ലാമാണ്? എന്തെല്ലാമാണ് ശാസ്ത്ര സാക്ഷരത നേടിയ വ്യക്തിക്കുണ്ടാവേണ്ട സവിശേഷതകൾ? നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, സമൂഹത്തിലെ ദുരാചാരങ്ങളെയും അശാസ്ത്രീയതകളെയും തിരിച്ചറിയാനും പ്രതികരിക്കാനും സാധിക്കും. അല്ലേ? ശാസ്ത്ര സാക്ഷരത നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കെതിരെയൊക്കെ പ്രതികരിക്കാനുള്ള കഴിവുണ്ടാകും. മറ്റൊന്ന്, പരിസ്ഥിതി പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കും. പരിസ്ഥിതി പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ്, ദൈനംദിന ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം കണ്ടെത്താനും ഉത്തരത്തിൻ്റെ സാധ്യത പരിശോധിക്കാനും കഴിയും. അതായത് ജീവിതവും അനുഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും അത് ഉത്തരം കണ്ടെത്താനും ഉത്തരത്തിൻ്റെ സാധ്യത പരിശോധിക്കാനും ശാസ്ത്ര സാക്ഷരതയിലൂടെ കഴിയും. അടുത്തത്, ശാസ്ത്രാശയങ്ങളും ശാസ്ത്ര പ്രക്രിയകളും നിത്യജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയും. ശാസ്ത്ര ആശയങ്ങൾ, ശാസ്ത്ര പ്രക്രിയകളൊക്കെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കാനായിട്ട് കഴിയും. മറ്റൊരു പോയിന്റ്, വാർത്താമാധ്യമങ്ങളിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും വരുന്ന ശാസ്ത്രക്കുറിപ്പുകളും ലേഖനങ്ങളും വായിച്ച് അപഗ്രഥിക്കാനായിട്ട് സാധിക്കും. അതായത് വാർത്താമാധ്യമങ്ങളിലൊക്കെ ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വായിച്ച് അത് അപഗ്രഥിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്? സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങളോട് ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്, പിന്നെ ദൈനംദിന ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം വിശകലനം ചെയ്യാനും ഒക്കെയുള്ളൊരു കഴിവ് ശാസ്ത്ര സാക്ഷരത നേടിയ വ്യക്തിക്ക് ഉണ്ടാകും. പിന്നെ ശാസ്ത്രാശയങ്ങളും ശാസ്ത്ര പ്രക്രിയകളും നിത്യജീവിതത്തിൽ പ്രയോഗിക്കും. ഏതൊരു കാര്യത്തെയും വിമർശനാത്മകമായിട്ട് നോക്കിക്കാണാനുള്ള ഒരു കഴിവ് ഉണ്ടാകും എന്നുള്ളതാണ് കേട്ടോ. 15ാമത്തെ ചോദ്യം, മികച്ച ശാസ്ത്ര പാഠപുസ്തകങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തെല്ലാമാണ്? മികച്ച ശാസ്ത്ര പാഠപുസ്തകങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തെല്ലാമാണ്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങൾ ഉറപ്പാക്കുന്നത്. ചോദ്യം നോക്കൂ, ശാസ്ത്ര പാഠപുസ്തകങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്നാണ്. അപ്പം ആദ്യം തന്നെ ഒന്നാമത്തെ പോയിന്റായിട്ട് എഴുതാം, ശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങൾ ഉറപ്പാക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. ശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങൾ ഉറപ്പാക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കുറേ മനഃശാസ്ത്ര തത്വങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? പിയാഷയുടെ, ബ്രൂണറിൻ്റെ ഒക്കെ അങ്ങനെ മനഃശാസ്ത്ര തത്വങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ആ മനഃശാസ്ത്ര തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കണം പാഠപുസ്തകം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കുട്ടികളുടെ പ്രായത്തിനും താല്പര്യത്തിനും അവരുടെ കഴിവിനും അനുസരിച്ചുള്ളതായിരിക്കണം പാഠപുസ്തകം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ്, ആശയങ്ങൾ വ്യക്തതയോടെയും ചിട്ടയോടെയും അവതരിപ്പിച്ചിരിക്കണം. ആശയങ്ങൾ വ്യക്തതയോടെയും ചിട്ടയോടെയും അവതരിപ്പിച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഇപ്പോൾ ശാസ്ത്രലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ചിന്താഗതികളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ കുട്ടികളെ ശാസ്ത്ര പഠനത്തിനായി പ്രചോദിപ്പിക്കുന്നതാവണം അല്ലേ? ശാസ്ത്ര പഠനത്തിനായിട്ട് പ്രചോദിപ്പിക്കുന്നതാവണം പാഠപുസ്തകം. അനുയോജ്യമായ ചിത്രങ്ങൾ, ഗ്രാഫുകൾ, മാപ്പുകൾ, വിശദീകരണങ്ങൾ എന്നിവയൊക്കെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരിക്കണം. അക്ഷരത്തെറ്റുണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ അച്ചടി പിഴവുകൾ ഉണ്ടാവാനും പാടില്ല. സാധാരണ ഒരു പാഠപുസ്തകം ആവുന്ന സമയത്ത് വ്യക്തവും വൃത്തിയുമുള്ള അച്ചടിയും ഭംഗിയുള്ളതും അനുയോജ്യമായതുമായ കവർ പേജും അല്ലെങ്കിൽ ഉൾപേജുകളൊക്കെ അങ്ങനെ ആയിരിക്കണം അല്ലേ?
ഒരു പാഠപുസ്തകം ആവുന്ന സമയത്ത് ആദ്യം തന്നെ എന്ത് വേണം? അവലംബം, റഫറൻസ് സൂചനകളൊക്കെ ഉൾക്കൊണ്ടതായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ സ്വയം പഠനത്തിനും സ്വയം വിലയിരുത്തുന്നതിനുമുള്ള അവസരം ആ പാഠപുസ്തകത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇന്ന് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ് അല്ലേ? അപ്പോൾ സ്വയം വിലയിരുത്തുന്നതിനും സ്വയം പഠനത്തിനുള്ള ഒരു സാധ്യത ശാസ്ത്ര പാഠപുസ്തകത്തിൽ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ഇപ്പോൾ ICT അധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ഇപ്പോൾ പാഠപുസ്തകത്തിലെ കണ്ടൻറ്റിൽ ICT സാധ്യതകളൊക്കെ ഉൾച്ചേർന്നതായിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് അല്ലേ, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പാഠപുസ്തകങ്ങളായിരിക്കണം അല്ലേ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെയും പരിഗണിക്കുന്ന രീതിയിലായിരിക്കണം പാഠപുസ്തകങ്ങൾ. ഇങ്ങനെ ഒട്ടേറെ പോയിന്റുകൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ശാസ്ത്ര പാഠപുസ്തകം എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യത്തെയും വിമർശനാത്മകമായിട്ട് നോക്കിക്കാണാനുള്ള ഒരു കഴിവ് കൂടി കുട്ടികൾക്ക് നേടണം. അത്തരത്തിലുള്ള കാര്യങ്ങളും ശാസ്ത്ര പാഠപുസ്തകത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി 16ാമത്തെ ചോദ്യമാണ്. 16ാമത്തെ ചോദ്യം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.